ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഗെയിംസിലെ ഇൻ്ററാക്ടിവിറ്റി, പ്ലെയർ ഏജൻസി, ക്യാരക്ടർ ഏജൻസി എന്നിവയെക്കുറിച്ചാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. സെയിം ടോപ്പിക്കിലെ ഇംഗ്ലീഷിലെ വീഡിയോ ഇന്നലെ ചെയ്തിരുന്നു. ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കൊരു ഗെയിം ഇമാജിൻ ചെയ്ത് നോക്കാം. TTRPG അഥവാ ടേബിൾ ടോപ്പ് റോൾ പ്ലേയിങ് ഗെയിംസിലെ ഗോഡ് ലൈക്ക് ഫിഗർ ആയ ഡഞ്ചൻ മാസ്റ്റർ ക്രിയേറ്റ് ചെയ്ത ഒരു ഗെയിം വേൾഡാണ് നമുക്ക് ചുറ്റുമുള്ള ഈ ലോകം എന്ന് ഇമാജിൻ ചെയ്യുക. 2 പ്ലെയേഴ്സ് ഉണ്ട്, എ ആൻഡ് ബി. അതിൽ പ്ലെയർ എ ചൂസ് ചെയ്ത റോൾ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലെ കൊച്ചിക്കാരനായ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. പ്ലെയർ ബി ചൂസ് ചെയ്തത് ചൈനയിൽ നിന്ന് ഇമിഗ്രേറ്റ് ചെയ്ത് കാനഡയിൽ സെറ്റിൽ ആയ ജിം ട്രെയിനർ ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, ടെക്നിക്കലി ഈ ഗെയിമിൽ എത്ര പ്ലെയേഴ്സ് വേണമെങ്കിലും ആകാം. ഡഞ്ചൻ മാസ്റ്ററിനോട് മാത്രം റിവീൽ ചെയ്ത ബാക്ക് സ്റ്റോറീസും 2 പ്ലെയേഴ്സിനുമുണ്ട്. ഡഞ്ചൻ മാസ്റ്റർ ഈ നറേറ്റീവ് ഗെയിം തുടങ്ങുന്നത് കാനഡയിൽ വെച്ചാണ്. പ്ലെയർ എ തൻ്റെ കമ്പനിയുടെ ഒരു പ്രോജക്റ്റിനായി കാനഡയിൽ താമസിക്കുന്നു. റെൻറ്റ് കൂട്ടിക്കൊടുക്കണമെന്ന് അയാളോട് ഹൗസ് ഓണർ പറയുന്നു. അപ്പോൾ പ്ലെയർ എയുടെ ക്യാരക്ടർ റെസ്പോണ്ട് ചെയ്യുന്നത് റെൻറ്റ് ഷെയർ ചെയ്യാൻ പുതിയൊരു റൂംമേറ്റിനെ നോക്കാൻ തുടങ്ങുന്നു എന്നാണ്. ഇത്തരത്തിൽ ഗെയിം തുടർന്നു പോകുന്നു. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ആദ്യം വീഡിയോ ഗെയിംസിലെ ഇൻ്ററാക്ടിവിറ്റി എന്താണ് എന്ന് നോക്കാം. ജനറലായി പറഞ്ഞാൽ ഹ്യൂമനോ അല്ലാത്തതോ ആയ 2 ഏജൻറ്റ്സ് അവരുടെ ഇടയിൽ ഏതെങ്കിലും ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ഉപയോഗിച്ച് നടക്കുന്ന ഇൻ്ററാക്ഷൻസിനെ ഇൻ്ററാക്ടിവിറ്റി എന്ന് പറയുന്നു. നമ്മുടെ കേസിൽ ടെക്നിക്കൽ മീൻസ് എന്ന് പറയുന്നത് വീഡിയോ ഗെയിംസ് ആണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ കോണ്ടെക്സ്റ്റിൽ ഒരു ഗെയിമിംഗ് എൻവയോൺമെൻറ്റിൻ്റെ അകത്ത് പ്ലെയേഴ്സിൻ്റെ ഇടയിലുള്ള ആക്ഷൻസ്, ഇൻഫർമേഷൻ എക്സ്ചേഞ്ച്, എക്സ്പീരിയൻസസ് ഇതിൻ്റെയൊക്കെ ഇൻ്ററാക്ടിവിറ്റി എന്ന് പറയുന്നു. ഇൻ്ററാക്ഷൻസ് ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആകാം. ഒരു വീഡിയോ ഗെയിമിലൂടെ ചെയ്യാൻ കഴിയുന്ന ഇൻ്ററാക്ഷൻസ് ഇവയൊക്കെയാണ്: ഇൻ ഗെയിം കമ്മ്യൂണിക്കേഷൻ, മൾട്ടിപ്ലെയർ ഗെയിം പ്ലേ, സോഷ്യൽ ഫീച്ചേഴ്സ്, കൂടാതെ കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ്. ഇതിൽ മൾട്ടിപ്ലെയർ ഗെയിം പ്ലേ, ഇൻ ഗെയിം കമ്മ്യൂണിക്കേഷൻ എന്നിവ പൊതുവെ പോസിബിൾ ആകുന്നത് MMORPGസിൽ, അതായത് മാസീവ്ലി മൾട്ടിപ്ലെയർ ഓൺലൈൻ റോൾ പ്ലേയിങ് ഗെയിംസിൽ ആണ്. ഇതിൽ ഇൻ ഗെയിം കമ്മ്യൂണിക്കേഷന് വേണ്ടി ഗെയിമിൽ പല ടൈപ്പ് ചാറ്റ് ഓപ്ഷൻസ് ഉണ്ടാകും. അത് ഗ്ലോബൽ ചാറ്റോ അല്ലെങ്കിൽ സ്മോൾ കമ്മ്യൂണിറ്റി ബേസ്ഡ് ചാറ്റോ ആകാം. ഇനി മൾട്ടിപ്ലെയർ ഗെയിം പ്ലേ എന്ന് പറഞ്ഞാൽ ഗെയിമിനകത്തെ പ്ലെയേഴ്സിൻ്റെ അവതാറുകൾ അഥവാ ക്യാരക്ടേഴ്സ് തമ്മിൽ ഡയറക്റ്റായി മീറ്റും ഇൻ്ററാക്റ്റും ചെയ്യുന്നതാണ്. ഗെയിമിന് അകത്തും പുറത്തുമുള്ള ഫോറംസ്, ഓൺലൈൻ ഡിസ്കഷൻസ്, ഹെൽപ്പ് ഗ്രൂപ്പ്സ് തുടങ്ങിയവ വഴി സോഷ്യൽ ഫീച്ചേഴ്സും കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റും പോസിബിളാണ്. പലതരത്തിലുള്ള ഇൻ്ററാക്റ്റീവ് ഗെയിംസിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സീറോ സം ഗെയിംസിന് ഒരു കോമ്പറ്റീറ്റീവ് നേച്ചർ ഉണ്ട്. കാരണം ഒരു പ്ലെയർ വിജയിക്കണമെങ്കിൽ മറ്റൊരു പ്ലെയർ തോൽക്കണം എന്ന തരത്തിലുള്ള ഗെയിംസ് ആണ് ഇവ. ഫിനിഷിംഗ് പോയിന്റിലേക്കുള്ള റേസ് അഥവാ മത്സരം ഉള്ള എല്ലാ ഗെയിംസും ഇതിന് എക്സാമ്പിൾസ് ആണ്. ഇനി ടീം ഗെയിംസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ടീം ജയിക്കണമെങ്കിൽ മറ്റൊരു ടീം തോൽക്കണം. പക്ഷേ ഈ ടൈപ്പ് ഗെയിംസിൽ ഒരു ഗ്രൂപ്പ് പ്ലെയേഴ്സ് ഒരുമിച്ച് ഇൻ്ററാക്റ്റും കോപ്പറേറ്റും ചെയ്ത് ഒരു സിംഗിൾ യൂണിറ്റ് ആയി കളിക്കുന്നു. ഇനി കോപ്പറേറ്റീവ് ഗെയിംസിലേക്ക് വന്നാൽ പല പ്ലെയേഴ്സ് ചേർന്ന് ടീമായി സോഫ്റ്റ്വെയറിനെതിരെയാണ് കളിക്കുന്നത്. TTRPGയിൽ ഇതിൻ്റെ ഒരു പാരലൽ ഫീച്ചറാണുള്ളത്. ഡഞ്ചൻ മാസ്റ്റർക്ക് എതിരായി കളിക്കുന്ന കോപ്പറേറ്റീവ് ഗെയിമാണ് അത്. മൾട്ടി പ്ലെയേഴ്സ് ആവശ്യമുള്ള റെയ്ഡ്സ്, ഡഞ്ചൻ ക്രോൾസ് എന്നിവയുള്ള ഗെയിംസ് ഇതിന് എക്സാമ്പിൾസ് ആണ്. ഇനി നമുക്ക് ഏജൻസി എന്ന ടേം നോക്കാം. ജനറലായി പറഞ്ഞാൽ ഏജൻസി എന്നാൽ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഒരു പ്ലെയറിന് ഒരു ഗെയിം താൻ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് തിരഞ്ഞെടുക്കുന്നതിലുള്ള ഫ്രീഡവും കൺട്രോളും ആണ് പ്ലെയർ ഏജൻസി. ഇനി ഒരു ഗെയിം വേൾഡിന് അകത്തെ നറേറ്റീവിനെ, അതായത് കഥയെ ഒരു ക്യാരക്ടറിന് എത്രമാത്രം പ്രോ ആക്റ്റീവായി കൺട്രോൾ ആൻഡ് ഡയറക്റ്റ് ചെയ്യാം എന്ന ആ ഫ്രീഡമാണ് ക്യാരക്ടർ ഏജൻസി. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല എക്സാമ്പിൾസ് TTRPGs ആണ്, അഥവാ ടേബിൾ ടോപ്പ് റോൾ പ്ലേയിങ് ഗെയിംസ്. ഇതിൽ ഒരു ഡഞ്ചൻ മാസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന ഗെയിം വേൾഡിൽ റേസ്,
സ്കിൽ എന്നിവ വച്ച് ഏത് ടൈപ്പ് ഗെയിം പ്ലേ വേണമെന്നും ബാക്ക് സ്റ്റോറി കൊണ്ട് സ്വഭാവവും ഒരു പ്ലെയറിന് ചൂസ് ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞ ഗെയിമിൽ പ്ലെയർ എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഫ്രം കേരള ചൂസ് ചെയ്തതും പ്ലെയർ ബി ജിം ട്രെയിനർ ഫ്രം ചൈന ചൂസ് ചെയ്തതും അങ്ങനെയാണ്. എന്ന് വെച്ചാൽ ഹൈ ഡിഗ്രി ഓഫ് പ്ലെയർ ഏജൻസി ഇതിലുണ്ട്. ഇനി ഗെയിം പ്രോഗ്രസ് ചെയ്യുമ്പോൾ ആക്ഷൻസ് ആൻഡ് ഡിസിഷൻസ് ഉപയോഗിച്ച് കഥ എങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്ന് ഒരു ക്യാരക്ടറിന് ഡിസൈഡ് ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞ ഗെയിമിൽ ഹൗസ് ഓണർ റെന്റ് കൂട്ടിയപ്പോൾ റൂംമേറ്റിനെ നോക്കാൻ എഞ്ചിനീയർ എടുത്ത ഡിസിഷൻ ഇതിൻ്റെ ഭാഗമാണ്. എന്ന് വെച്ചാൽ ഹൈ ഡിഗ്രി ഓഫ് ക്യാരക്ടർ ഏജൻസി ഇതിലുണ്ട്. സെയിം ഫീച്ചേഴ്സ് ഉള്ള MMORPGസും നറേറ്റീവ് ഡ്രിവൺ വീഡിയോ ഗെയിംസും ഇന്ന് ധാരാളം അവൈലബിൾ ആണ്. ഇപ്പോൾ പറഞ്ഞ കാര്യം കുറച്ചുകൂടി വ്യക്തമാകാൻ ഒറ്റ സെഷൻ മാത്രമുള്ള TTRPGs യൂട്യൂബിൽ ഉള്ളത് ഒന്ന് കണ്ടു നോക്കുക. വിത്ത് ദാറ്റ് ഐ എം വൈൻഡിങ് അപ്പ് ടുഡേയ്സ് ടോപ്പിക്. കമൻറ്റ്സ് ഷെയർ ചെയ്യാൻ മടിക്കരുത്. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് and click on the bell icon for more of my videos. Thank you.